ടെക്നോ പാർക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, കഴക്കൂട്ടത്താണ് ശരിക്കും കാര്യവട്ടം ക്യാമ്പസിന്റെ ഒരു പ്രദേശം എടുത്തിട്ടാണ് ഈ തിരുവനന്തപുരം ടെക്നോ പാർക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചപ്പോൾ 75,000 ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത് എന്ന് പറയുന്നത് അല്ലേ. ഉണങ്ങി വരണ്ട് കിടന്ന ഒരു ക്യാമ്പസിന്റെ ഇങ്ങേ അറ്റത്ത് അല്ലേ ഇത്രയധികം കമ്പനികൾ, 150 കമ്പനികൾ, 350. എല്ലാവരും എല്ലാ IT കമ്പനികളോട് വന്നു കഴിഞ്ഞോ? നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടോ? വേറെ രാജ്യമായിട്ട് ഇവിടെ നിൽക്കാണോ? എന്തൊക്കെയാ അറിഞ്ഞത് ഈ അടുത്തിടയ്ക്ക് ഇനി സുനിത വില്യംസിന്റെ യാത്ര തിരിച്ചിങ്ങോട്ട് വരികയാണ്. അതാണ് പ്രധാന ന്യൂസ്. അതിനുശേഷം കൊല്ലത്ത് ഒരു കൊലപാതകം നടന്നു ഇന്നലെ. വളരെ അപ്ഡേറ്റഡ് ആണ്. ഓ ഗ്രേറ്റ്. എന്താ പേര്? ഷാരു. ശ്രുതി. നമ്മളെ ഒരു പര്യടനമായിട്ട് ഇറങ്ങിയത് സാറിന്റെ നാട്ടുകാരിയ പുനലൂരാ വീട്. പുനലൂർ എവിടെ? ഇടമൺ. എനിക്കൊരു വലിയൊരു അനുഭവം ഉണ്ട് കേട്ടോ. പുനലൂരിലെ ജയഭാരതം എന്ന് പറയുന്ന ഒരു മനോരോഗാലയമുണ്ട്, മനോരോഗ ചികിത്സ നടത്തുന്നത്. അപ്പോൾ ഈ ജയഭാരതത്തിൽ ഞാനിങ്ങനെ ഒരാളിന്റെ കൂടെ കൂട്ടിരിക്കാൻ പോയപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു, ഇടമണി എന്ന് വന്നൊരു പേഷ്യന്റ് എവിടെയാണെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ പുള്ളി ഇങ്ങനെ നോക്കട്ടെ, ഏത് ഇടമൺ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ചോദിച്ചു എനിക്ക് വട്ടാന്ന്. പുള്ളി ഒരു ഓട്ടോ ഓടി. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇടമൺ എന്ന് കേട്ടപ്പോൾ എനിക്ക് ഇടമൺ 34 ഒക്കെ നല്ല പരിചയമാണ്. അപ്പോൾ ഈ ഇടമൺകാരി ടെക്നോ പാർക്ക് വന്നിട്ട് എത്ര കാലമായി? 3 വർഷം. അപ്പോൾ നമ്മൾ ശരിക്കും കേരളത്തിലെ 14 ജില്ലകളിലൂടെ ആളുകളിൽ അവബോധം ഉണ്ടാക്കാൻ വേണ്ട ഒരു പര്യടനമാണ്. ഈ പര്യടനം അവസാനിക്കുമ്പോൾ നമ്മുടെ കാര്യം കേരള പോലീസ് സേനയ്ക്കും എക്സൈസിനും നമ്മുടെ നാട്ടിലേക്ക് ഈ മാഫിയ സംഘങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഈ MDMA അതുപോലുള്ള സാധനങ്ങളുണ്ട്, രാസലഹരി പദാർത്ഥങ്ങൾ. നിങ്ങളൊക്കെ കേട്ട് കാണും. നിങ്ങളുടെ ഇടയിലേക്കുള്ള ആൾക്കാരിൽ അതിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കാൻ എല്ലാ മുൻകരുതൽ നിങ്ങൾ എടുത്തുകൊള്ളുക. കാര്യം ഈ രാസലഹരി പദാർത്ഥങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ആൾക്കാരെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒന്നേ പിടിച്ചകത്തിടുക. പുയ്യപ്പുറ സെൻട്രൽ ജയിൽ സ്പേസ് ഉണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ അവരെ ഈ സംസ്ഥാനം വിട്ടു പോകാൻ അനുവദിക്കുക. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അമ്മമാർ ചൂലെടുക്കണം നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കാര്യം ഈ നാടടിച്ച് വൃത്തിയാക്കാൻ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ എന്താ നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇത്തരത്തിലുള്ള അവബോധം വളരെ നല്ലതാണ്. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഒരുപാട് കേസുകൾ നമുക്കത് പിടിക്കപ്പെടാനൊക്കെ സാധിക്കും. അപ്പം നല്ലൊരു ഇതായി പോകട്ടെ. പറയാനുണ്ടോ അതിനെ കുറിച്ച്? വളർന്നു വരുന്ന തലമുറയ്ക്ക് നല്ലൊരു ഉപകാരം തന്നെയാണ്. കാരണം നമ്മുടെ യുവതലമുറ ലഹരികളുടെ പിടിയിൽ അമരപ്പെടാതെ നമുക്ക് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ആഷ്മി, എനിക്കൊന്ന് നമുക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാൻ സമയമായി. അതിനിടയിൽ മണാലിയിൽ നിന്നും വിൽപ്പനയ്ക്കായി നിലമ്പൂരിൽ കൊണ്ടുവന്ന കുറച്ച് ഹാഷിഷ് പിടിവിട്ടുണ്ട്. 200 പിടിച്ചു. എത്ര ഗ്രാം? 200 ഗ്രാം. കുറച്ചേ ഉള്ളൂ. 20 അല്ലേ? ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും പിടിക്കുന്നുണ്ട്. വീട് എവിടാ? ഏത് കമ്പനിയാ? അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മാളവർ ഇപ്പൊ കേൾക്കും. ഇല്ല, 24 എടുക്കുന്ന ഈ ഒരു അവയർനെസ് പ്രോഗ്രാം വളരെ നല്ല തീരുമാനമാണ്. അപ്പൊ നമ്മൾ ഇത്രയും നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല കനത്ത ചൂടിന്റെ ഇടയിലൂടെ നമ്മളൊക്കെ AC മുറിയിലിരിക്കുന്നു. എന്താ വെളിയിലോട്ട് ഇറങ്ങാത്ത ആൾക്കാർ ചോദിക്കൊണ്ടായിരുന്നു. അപ്പൊ ആഷ്മിക്ക് ഒരു ആഗ്രഹം ഒന്ന് വെളിയിറങ്ങണമെന്ന്. അപ്പൊ വെളിയിലിറങ്ങി എന്റെ വിവരം അറിയുകയും ചെയ്തു. കണ്ടില്ലേ, മുഖമൊക്കെ ഇത്തിരി അത്യാവശ്യം കറപ്പൊക്കെ അടിച്ചു തുടങ്ങി. അപ്പോൾ നമ്മള് വിജയനുണ്ട്. അപ്പം നമ്മൾ ഒന്നിച്ച് ഈ ജില്ലകളും താലൂക്കുകളൊക്കെ ടച്ച് ചെയ്ത് നമ്മളങ്ങ് കാസർഗോഡ് എത്തും. അതോടെ നമ്മൾ മിക്കവാറും കുറെ ആൾക്കാരെ കട്ടയം നമ്മൾ മടക്കും. എനിക്ക് തോന്നുന്നു വിദ്യാലയങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. ക്യാമ്പസിലുണ്ട്. ഇന്നലെയൊക്കെ നമ്മൾ നിംസിനകത്ത് കോളേജിലൊക്കെ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. സ്കൂൾ കുട്ടികളെയാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. കാരണം ആ കുട്ടികൾക്കാണല്ലോ അറിയാത്തത്. അപ്പോൾ ആ കുട്ടികളെ ചുമ്മാ ഈ ലോകിയൊക്കെ പറഞ്ഞ് ഈ ചോക്ലേറ്റൊക്കെ കൊടുത്ത് അതിനകത്ത് ലഹരി പടർത്തി ആ കുട്ടികളെ അറിയാതെ കഴിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് അവരുടെ മോഡസ് ഓപ്പറാൻഡി. അപ്പോൾ എന്തായാലും അവരുടെ ഓപ്പറാൻഡി തകർക്കും നമ്മൾ അല്ലേ? തകർത്ത് മുന്നോട്ട് പോകും. എന്ത് ഓപ്പറാൻഡി ആയാലും അതിന് കേരളത്തിൽ വേര് പിടിക്കത്തില്ല എന്ന് തെളിയിച്ച് നമ്മൾ മുന്നോട്ട് പോകും. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് വിജയകുമാർ, ഇനി നമുക്ക് എന്ത് വേണം? അല്ല, അവരെന്തോ പറയാനായിട്ട് എന്തെങ്കിലും പറയാനോ? നമ്മളിപ്പോൾ നിരവധി പ്രോഗ്രാമുകൾ ലഹരിക്കെതിരെ ഇവിടെ നടത്തുന്നുണ്ട്. ടെക്നോ പാർക്കിലും മറ്റു പലയിടത്തും നടത്തുന്നു. പക്ഷെ വേണ്ടത്ര മാധ്യമ ശ്രദ്ധ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ഇനിയുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പം നമ്മളെ 24 അതും കേരളത്തിലെ നമ്പർ 1 ന്യൂസ് ചാനൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഏറ്റെടുത്തതിൽ നമ്മൾ എല്ലാവിധ സപ്പോർട്ടും തരികയാണ്. കാരണം നമ്മൾ നിരവധി പ്രോഗ്രാം ഇവിടെ നടത്തുമ്പോൾ വേണ്ടത്ര മാധ്യമ ശ്രദ്ധ കിട്ടാത്തതുകൊണ്ടാണ് പലപ്പോഴും അത് വേണ്ടത്ര തരത്തിൽ ശ്രദ്ധിക്കപ്പെടാത്തത്. ഷുവർ. ഇനി തൊട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തോളാം. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അറിയിക്കാം. എല്ലാവിധ സപ്പോർട്ടും ഉണ്ട്. നമ്മൾ വളരെ സന്തോഷം. താങ്ക് യു. ബോർഡുകൾ പലയിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. ജനങ്ങൾ കാഴ്ചക്കാരല്ല, കാവൽക്കാരാണ്. ഇത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയൊന്നുമില്ല. മാത്രമല്ല എന്തറിയാം, ഇത് താങ്കൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ഒരുപാട് ആൾക്കാരെ പിടിച്ചിരിക്കുന്നില്ല ഇൻഫോമേഴ്സിന്റെ ഒരു വില അല്ലാതെ പോലീസ് അന്വേഷിക്കുന്നത് മാത്രമല്ല. അപ്പോൾ ഈ മട പൊട്ടി വരിക, അതായത് നമ്മളിത് ഒരു സ്വാതന്ത്ര്യ സമരം പോലെ വെള്ളക്കാരെ ആദ്യം പേടിയായിരുന്നു, അവസാനം നമ്മൾ കാലു വഴി തറയിട്ടില്ലേ. അതുപോലെയാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂവ്മെന്റിനെതിരായിട്ട് ഒരു ശക്തിക്കും പിടിച്ചേക്കാൻ പറ്റില്ല. അത്ര കരുത്തോടെ ആഞ്ഞടിക്കുക. കാര്യം ആൾക്കാര് ബുദ്ധിമുട്ടി, അമ്മമാർക്കൊക്കെ വീട്ടിലിരുന്നാൽ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റത്തില്ല. സത്യമാണ്.
സത്യം അതുകൊണ്ട് പേടിക്കരുത്. നിങ്ങളെന്താ അറിയോ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഭീഷണി വന്നാൽ നിങ്ങൾ 24 കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കുള്ള എല്ലാ സംരക്ഷണവും സർക്കാരിനെ കൂടെ നമ്മൾ തരികയും. ഇപ്പൊ കുറച്ചുകൂടെ സ്ട്രെങ്ത് കാരണം നിങ്ങൾ 24 പോലെയുള്ള വലിയ നമ്മളെന്താ അറിയോ, ഒരു ഡു ഓർ ഡൈ ബാറ്റിലാണ്. നമുക്ക് പേടിയുണ്ടല്ലോ, നിങ്ങളെക്കാളും നമ്മൾ ഈ ലൈബ്രറി നിൽക്കുന്നുണ്ട്, നമ്മുടെ കഴിച്ച തല കാണുമ്പോൾ നോക്കണ്ടേ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ട്. നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് സപ്പോർട്ടല്ല, നമുക്ക് നമ്മളെന്താ പറയാ, നമ്മളെ ആരും ചെറിയ കൊച്ചു വിദ്യാർത്ഥിക്ക് കൂട്ടത്തില്ല, വലിയ വെട്ടുവെട്ടത്തേ ഉള്ളൂ അല്ലേ. അതുകൊണ്ട് നമ്മുടെ തല ഉണ്ടാകുമോ എന്നുള്ളതല്ല, നാട്ടിൽ നമ്മുടെ തലകൾക്ക് ജീവിക്കണ്ടേ. നമ്മൾ ഓരോരുത്തരും നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും.